ഗുഡ് മോർണിംഗ് അമ്മൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. ഇന്നത്തെ ഒരു കുഞ്ഞ് മോർണിംഗ് വ്ളോഗാണ് വീഡിയോയിൽ. അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പതിയാണ് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത്. എഴുന്നേറ്റ് ഫ്രഷ് ആയതിന് ശേഷം പാല് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ സമയത്ത് എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു, പച്ചക്കറികളും ഒക്കെ. അങ്ങനെ അതുമൊക്കെ നോക്കി പുറത്തൂടെ നടന്ന് പാലും ഒക്കെ വാങ്ങി നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ചിങ്ങനെ ഒന്ന് ലേറ്റായിട്ട് നിന്നിട്ടുള്ള പണികളൊക്കെ ആട്ടോ ചെയ്യുന്നത്. എന്നും തിരക്ക് പിടിച്ചുള്ള പണികളല്ലേ. അങ്ങനെ ചോറിനുള്ള വെള്ളവും കയ്യോടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നും തലേദിവസം വെച്ച് വെക്കും. ഇന്നിപ്പം മടി കാരണം രാവിലെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും അടുപ്പത്ത് വെച്ചതിന് ശേഷം കാപ്പിയുടെ പരിപാടി നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ ഉണക്കക്കപ്പ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷത്തോളമായിട്ടാണ് ഞാൻ ഈ ഉണക്കക്കപ്പയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹത്തിന് വാങ്ങിയതാണ്. അങ്ങനെ ഉണക്കക്കപ്പ ഇതാ ഇങ്ങനെ ഒടിച്ച് അത് കഴുകി വൃത്തിയാക്കി വേകാൻ വേണ്ടി വെക്കുന്നുണ്ട്. പച്ചക്കപ്പ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്നതിന് കുറേ ഫുഡ് എനിക്ക് ഇങ്ങനെ പഥ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതേ ഉണക്കക്കപ്പയും വെച്ച് അരിയും കൂടെ അടുപ്പത്തിട്ടു. എന്നിട്ട് ഇനി രാവിലെ അപ്പോഴത്തേനും ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതേ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റാണ്, പക്ഷേ ഇത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ഇതേ ആ ഒരു 2 ബിസ്ക്കറ്റും അതിൻ്റെ കൂടെ ഞാൻ പാലും കാപ്പിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ അപ്പോഴത്തേനും നമ്മുടെ കപ്പയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനുള്ള അരപ്പ് റെഡിയാക്കുന്നുണ്ട്. തേങ്ങായും ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് പച്ചമുളകിന് പകരം നമ്മൾ കാന്താരി ഇടുവാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ കപ്പ വെന്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കുക്കറിലോട്ട് കപ്പ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുക്കറെ വെച്ച് 2 വിസിലടുപ്പിച്ച് നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ദേ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അരപ്പും ഇട്ട് അതിനാവശ്യത്തിനേക്കുള്ള ഉപ്പും ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ അരപ്പ് ഒന്ന് പച്ചമണം ഒന്ന് മാറി ഒന്ന് സെറ്റായിട്ട് കിട്ടണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി കപ്പ ഇളക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ശരിക്കും അങ്ങോട്ട് നല്ല ഉടഞ്ഞ് വേകുന്ന കപ്പയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദേ ഒരു തവിയിട്ട് നല്ലപോലെ കുത്തി ഇളക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കണം കപ്പ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. പക്ഷേ ഇല്ല, എനിക്ക് കഴിക്കാനും പറ്റില്ല. അങ്ങനെ ദേ മോദം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മീനും കൂടെ കയ്യോടെ തന്നെ ഞാൻ പെട്ടെന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാരണം നന്നായിട്ട് വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടെ പാലും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മീൻ കറി വേകുന്നത് നോക്കി കുറേ നേരം അവിടെ നിന്നു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനായിട്ട് ഞാനും ചേട്ടനും പിള്ളേരും കൂടെ ഇതേ കപ്പയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് പഴങ്കഞ്ഞിയും കൂടെ വേണം. കാരണം ഈ കപ്പ വേവിച്ചത് ചക്ക വേവിച്ചതിൻ്റെ ഒക്കെ കൂടെ ഇത്തിരി പഴങ്കഞ്ഞിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അങ്ങനെ പഴങ്കഞ്ഞിയും കുറച്ച് മീൻ കറിയും കൂടെ എടുത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനും കൂടെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.